രാഹുൽ ഗാന്ധിക്ക് അവരുടെ അടുക്കളപ്പുറത്തല്ല കൊടി ഉയർത്തേണ്ടത്. ചെങ്കോട്ടയിൽ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുന്ന ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുമ്പോൾ അവിടെ വരാത്ത പ്രതിപക്ഷ നേതാവ് അതൊരു ദേശീയ ആഘോഷമാണ്. രാജ്യത്തിന്റെ ദേശീയ ആഘോഷം ലോകം മുഴുവൻ കാണുന്ന ഇടം ചെങ്കോട്ടയാണ്. അവിടെ വരാതെ മാറിയിരുന്ന് കുറ്റം പറയുന്ന പൊതിക്കറിവ് തീർക്കുന്ന കോൺഗ്രസിന്റെ ആരോപണങ്ങളെ ആ വിലക്കുറവോട് കൂടി തന്നെ രാജ്യം കാണുകയുള്ളൂ. എന്തുകൊണ്ട് പങ്കെടുത്തില്ല? ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് പങ്കെടുത്തില്ല? മാഡം പറയുന്ന ഉത്തരവൊന്നും രാഹുൽ ഗാന്ധി നിന്ന് കണ്ടില്ല. ഈ എക്സ്പോസിലും എല്ലാത്തിനും ഞാൻ എടുത്തു നോക്കി. അല്ലാത്തതിനൊക്കെ മുട്ടിന് വീഡിയോ ബിജെപിക്കല്ല, ജനങ്ങൾക്ക് എന്തുകൊണ്ട് പങ്കെടുത്തില്ല? ആരാണ് ജനമെന്ന് താങ്കൾക്ക് അറിയില്ലേ? രാജ്യത്തെ പൗരന്മാർ, അതാണ് രാജ്യത്തെ ജനമെന്ന് പറയുന്നത്. പാകിസ്ഥാന്റെ പതാക ഉയർത്തുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ആഘോഷം. എന്റെ രാജ്യത്തിന്റെ പതാക ഉയർത്തുന്ന ഇന്നത്തെ ദിവസമാണ്. ഞാൻ പറയട്ടെ, വിശ്വസിക്കുന്ന ഈ രാജ്യത്തിന്റെ അഖണ്ഡതയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ രാജ്യമാണ് എന്റെ പ്രസ്ഥാനം. ക്ലിയർ ആയല്ലോ? പറഞ്ഞോട്ടെ. അപ്പോൾ ജനങ്ങളോട് പൈതൃകത്തെ ബഹുമാനിക്കണം എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഉരുവിടുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് പല നേതാക്കളുടെയും പ്രതികരണങ്ങളിൽ നിന്ന്, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഇന്നത്തെ പ്രസംഗത്തിൽ നിന്നടക്കം എനിക്ക് ബോധ്യമായത്. പക്ഷേ ചെങ്കോട്ടയിലേക്ക് വരാതെ ഇവിടെ വലിയ കാര്യത്തിൽ പറഞ്ഞു ഇരിപ്പിടമില്ല എന്ന്. ഞാൻ കണ്ടത് ചെങ്കോട്ടയിലെ പരിപാടിയിൽ രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിടം മുൻനിരയിൽ തന്നെയാണ്. അവിടെ ആ കസേരയിൽ രാഹുൽ ഗാന്ധി വന്നിരുന്നില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വിഷ്വൽസ് ഉണ്ടല്ലോ. രാഹുൽ ഗാന്ധിക്ക് എവിടെയാണ് ഈ ഇരിപ്പിടം ഉണ്ടായിരുന്നത് എന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ആ ഇരിപ്പിടത്തിലേക്ക് വന്നിരിക്കാതെ എന്നെ അവിടെ കൃത്യമായിട്ട് പ്രധാനമന്ത്രി മാഡം ഇനി ഇടപെട്ടാൽ ഞാൻ അവസാനിപ്പിക്കും. ചർച്ചയിൽ സംസാരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കും. കാരണം എന്റെ ആശയങ്ങൾക്ക് തുടർച്ചയില്ലാതിരിക്കാനായിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള ബഹളം വെക്കലുകൾ സ്ഥിരം നടത്തുന്ന ഒരു പ്രവണത മാഡത്തിനുണ്ട്. അതുകൊണ്ട് എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കണം. അല്ലാത്ത പക്ഷം ഞാൻ എന്റെ ടേൺ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കാം. എന്ത് വേണം? ശരി, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രാഹുൽ ഗാന്ധിയെ അപമാനിച്ചു. അതാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നറേറ്റീവ്. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയായിട്ട് ചെങ്കോട്ടയിൽ പതാക ഉയർത്തി നരേന്ദ്രമോദി നടത്തിയതുപോലെ 100 മിനിറ്റ് പ്രസംഗം നടത്തണമെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയാകണം. എന്തുകൊണ്ടോ പറ്റിയില്ല. ഭാവി പ്രധാനമന്ത്രിയായി ഇങ്ങനെ തുടരുകയാണ് രാഹുൽ ഗാന്ധി. എന്ത് ചെയ്യാനാ? ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ഇപ്പോൾ 12ാമത്തെ തവണയും 12ാമത്തെ വർഷവും പതാക ഉയർത്തി പ്രസംഗിച്ചു. അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് അവിടെ നരേന്ദ്രമോദി വന്ന് പതാക ഉയർത്തുന്നത്. അതിന് എത്രത്തോളം നിങ്ങൾ ബഹളം വെച്ചാലും അദ്ദേഹം പ്രധാനമന്ത്രി അല്ലാതായി മാറില്ല. അപ്പോൾ അതിനുടനെ വിഷയം കൊണ്ടുവരികയാണ്. വീർ സവർക്കറിലേക്ക് വരികയാണ്. ഇന്ന് RSSനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അതിൽ സമരസേനാനികൾക്ക് അപമാനകരമായ എന്ത് വാചകമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്? അദ്ദേഹത്തിന്റെ വാചകത്തിന്റെ ആ പ്രസംഗത്തിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ പറയാം. 100 വർഷം മുൻപ് ഒരു സംഘടന പിറന്നു. അതിനെ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നാണ് വിളിച്ചിരുന്നത്. അവർ എല്ലായ്പ്പോഴും രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളായിരുന്നു. സമൂഹത്തിന്റെ ക്ഷേമം ഹൃദയത്തിൽ കരുതിയവരാണ്. അങ്ങനെയല്ലേ RSS? ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികൾ തന്നെയാണ് RSS ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1925 സെപ്റ്റംബർ 27 മുതൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന 2025 ഓഗസ്റ്റ് 15 വരെയുള്ള സമയത്ത് രാജ്യത്തിന് വേണ്ടി തന്നെയാണ് RSS നിന്നിട്ടുള്ളത്. അല്ലാതെ വേറെ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയല്ല. താങ്കൾക്ക് എതിർക്കണമെങ്കിൽ താങ്കൾക്ക് എതിർക്കാം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. RSS സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു. RSS സ്വാതന്ത്ര്യ സമരത്തെ പൂർണ്ണമായും തുറന്നെതിർത്തു. അങ്ങനെയുള്ള ഒരു നറേറ്റീവ് കൊണ്ടുവരാനാണ് മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിൽ കേരളത്തിൽ UDF-ഉം LDF-ഉം മാറി മാറി ഭരിക്കുന്ന കേരളത്തിൽ അത് നല്ല രീതിയിൽ ചെലവാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രമല്ല, RSSന് അനുകൂലമായി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സോക്കോൾഡ് മാസ്റ്റേഴ്സിന് അത് ഇഷ്ടപ്പെടാതെ വരുമോ എന്നതുകൊണ്ട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നറേറ്റീവ് ആവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിഷയം തന്നെ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം. കാരണം 1ഉം 2ഉം ലോക മഹായുദ്ധ കാലത്ത് റഷ്യൻ അലയൻസുമായിട്ട് ചേർന്ന് ബ്രിട്ടീഷുകാരോട് വലിയ ലോയൽറ്റി കാണിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പറയില്ല. അവരെന്നാണ് പതാക ഉയർത്തി തുടങ്ങിയതെന്ന് പറയില്ല. RSSനെ മാത്രം വേട്ടയാടുക, അതാണ് ഇവിടെ കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 കരിദിനമായി ആചരിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകൾ അതും ചരിത്രത്തിലുണ്ട്, ചരിത്രത്തിന്റെ ഭാഗമാണ്. 100 വർഷമായ RSSനെ പ്രധാനമന്ത്രി ഒരു സ്വയം സേവകനാണ്. RSSിലൂടെയാണ് അദ്ദേഹം വന്നത്. RSSകാർ തന്നെയാണ് ഇന്ന് കേന്ദ്ര സർക്കാരിലുള്ളത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വളർന്ന് പന്തലിച്ചിരിക്കുന്ന, ലോകം മുഴുവൻ നിൽക്കുന്ന ഒരു പ്രസ്ഥാനവും RSS ആണ്. അപ്പോൾ ആ RSSനെ ഒന്ന് അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ അതുതന്നെ സമരസേനാനികളെ അപമാനിച്ചതാണ് പ്രധാനമന്ത്രി എന്ന രീതിയിലേക്ക് ഒരു നറേറ്റീവ് കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി ഒരു പോസ്റ്റർ എടുത്ത് വെക്കുകയാണ്. ആ പോസ്റ്ററിൽ മഹാത്മാഗാന്ധിയെ ഒഴിവാക്കി അതിന് പകരം സവർക്കറെ കൊണ്ടുവച്ചിരുന്നെങ്കിൽ ഞാനും അതിനെ എടുത്തേനെ. കാരണം മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. ഈ NDA സർക്കാർ വന്നതിന് ശേഷം ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമകൾ സ്ഥാപിക്കുകയും ഏറ്റവും കൂടുതൽ രാഷ്ട്രപിതാവിനെ അക്നോളജ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത് മോദി സർക്കാർ തന്നെയാണ്. നിങ്ങൾ ലോകമെമ്പാടും വന്ന് യാത്ര ചെയ്ത് നോക്കൂ. അവിടെയൊക്കെ മഹാത്മാഗാന്ധിയുടെ കൃത്യമായ പ്രതിമകൾ സ്ഥാപിച്ചതും അവിടെയൊക്കെ എങ്ങനെയാണ് അത് പരിപാലിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി സവർക്കർ ആന്റി നാഷണൽ ആണോ? സവർക്കർ ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണോ? RSS ആന്റി നാഷണൽ ആണോ? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നാഷണലിസ്റ്റ് ആയിട്ടുള്ള പ്രസ്ഥാനം തന്നെയാണ്. ഇതുവരെയും ആ കാര്യത്തിൽ ഒരു മാറ്റവും അവർ കൊണ്ടുവന്നിട്ടുമില്ല. ഇനി സവർക്കർക്ക് കോൺഗ്രസിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കേണ്ടതേ, ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. RSSന്റെ പ്രസ്ഥാനത്തിന് VD സവർക്കറോട് വീർ സവർക്കർ എന്ന് വിളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ അങ്ങനെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അതിനിപ്പോൾ നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഡിലേ ചെയ്തതുകൊണ്ട് അത് ഇല്ലാതാവുകയില്ല. ഇനി ഗാന്ധിവധത്തിൽ കുറ്റാരോപിതൻ മാത്രമാണ്, ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയാണ് വീർ സവർക്കറെ ചെയ്തത്. അതും നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം കോൺഗ്രസ് തന്നെ ഭരിക്കുമ്പോഴാണല്ലോ ജീവൻലാൽ കപൂർ കമ്മീഷൻ വരുന്നത്. ആ കമ്മീഷൻ വരുമ്പോഴും ഗാന്ധിവധത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അതിലും നേരിട്ട് ബന്ധപ്പെടുത്തുന്ന തെളിവില്ല. ആ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് 1965 സെപ്റ്റംബർ 30. അതിലും ഗാന്ധിവധത്തിൽ VD സവർക്കറെ നല്ല രീതിയിൽ അന്വേഷിച്ച് പരിശോധിച്ച് നോക്കിയതാണ് ഈ കോൺഗ്രസ് സർക്കാർ തന്നെ. അപ്പോൾ ഒരു കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേരിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു തെളിവുമില്ല. കേവലം നിഗമനങ്ങൾ മാത്രമാണ്. അതിന് താഴെയുള്ള ഒരു വരി കൂടി വായിക്കണം. നിഗമനങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാണ് അത് സമ്മപ്പ് ചെയ്തിരിക്കുന്നത്. ആ റിപ്പോർട്ട് മുഴുവൻ വായിച്ചത് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ജീവൻലാൽ കപൂർ കമ്മീഷനാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. ഇനി സവർക്കർ എവിടെയായിരുന്നു, സവർക്കർ ഇവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്ന സമയമുണ്ടല്ലോ. 1905 ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന വിദേശ വസ്ത്ര ബഹിഷ്കരണ പ്രതിഷേധത്തിൽ പൂനെയിൽ പങ്കെടുത്തതിന് കോളേജിൽ നിന്ന്, ഫെർഗൂസൺ കോളേജിൽ നിന്ന് പുറത്താക്കിയ ഒരു ചരിത്രവും നിങ്ങൾ ഈ തള്ളി പറയുന്ന, ഒന്നിനും കൊള്ളാത്തവരെന്ന് പറയുന്ന VD സവർക്കർക്ക് ഉണ്ടെന്നത് മനസ്സിലാക്കണം. അതിനുശേഷമാണ് 1906 ലണ്ടനിലേക്ക് പോകുന്നത്. അവിടെ പോയി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെയാണ്, ഫ്രീ
ഇന്ത്യ സൊസൈറ്റി അവിടെ രൂപീകരിക്കുന്നത്. അതിന്റെ പ്രവർത്തനത്തിലടക്കം പങ്കാളിയാണ് സവർക്കർ. ബ്രിട്ടീഷ് സാമ്രാജ്യ വിരുദ്ധ പ്രക്ഷോഭത്തിനാണല്ലോ അറസ്റ്റിലായത്. മാപ്പിനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ജയിലിലായത് എന്നതുകൂടി പറയാനുള്ള ഒരു മാന്യത കാണിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം. ലോക വിപണിയെ ഇന്ത്യ ഭരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ RSSനെ കുറിച്ച് പറഞ്ഞ 1.5 മിനിറ്റ് മാത്രം വിവാദമാക്കുകയും ബാക്കി 98 മിനിറ്റ് ഈ കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്നവരുടെ കാപട്യം ലോകം തിരിച്ചറിയണം. ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം കാലം മാറി എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ലെങ്കിലും മാഡം തിരിച്ചറിയണം എന്നുള്ളതാണ് എന്റെ BJP-ക്കാർ പറഞ്ഞിട്ടുണ്ട്